സാറേ, നമ്മുടെ ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമൊക്കെ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു തവണ മാത്രമാണ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 1999 ഡൽഹിയിൽ അന്ന് പരാജയം ഏറ്റുവാങ്ങി. അങ്ങനെ പരാജയപ്പെടേണ്ട കാരണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രത്യേകിച്ച്? അങ്ങനെ മൻമോഹൻ സിംഗിനെ തോൽപ്പിച്ചത് കോൺഗ്രസിലെ തന്നെ ഉന്നതരാണെന്ന് ഇപ്പോൾ ഒരു വിവരം വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടല്ലോ ജയിച്ചു കഴിഞ്ഞാൽ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകാൻ പാടില്ല എന്ന് കോൺഗ്രസിലെ ചില ഉന്നതർ തീരുമാനിച്ചു. ആ ഉന്നതരെയൊക്കെ പിന്നീട് സോണിയാഗാന്ധി ഒതുക്കുകയും ചെയ്തു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഡെയിലി ഗാർഡിയനിൽ, ഹിന്ദുസ്ഥാൻ ടൈംസിൽ എഡിറ്ററായിരുന്ന പങ്കജ് വോറ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ ഇതുവരെ അറിയപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ അന്നത്തെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന വീർ സാംഗ്വിയാണ് പലപ്പോഴും സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ട് ഈ കത്തുകളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ വീർ സാംഗ്വി ഒരിക്കൽ പുറത്തായിരുന്നപ്പോൾ, സിംഗപ്പൂരിലോ തായ്ലൻഡിലോ മറ്റൊക്കെ ആയിരുന്നപ്പോൾ, സോണിയാഗാന്ധിക്ക് വേണ്ടി സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ, അതറിയിക്കുന്ന കത്ത് എഴുതി കൊടുത്തതും വീർ സാംഗ്വിയാണ്. അത് പക്ഷേ ഈ പങ്കജ് വോറയെ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് അന്ന് ബന്ധപ്പെട്ടത് ഉള്ള സ്ഥലത്തേക്ക്. അതൊക്കെ ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പങ്കജ് വോറ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ലേഖനത്തിൻ്റെ പേര് മൻമോഹൻ സിംഗ് ദ ഡെസിഗ്നേറ്റഡ് സർവൈവർ ഓഫ് കോൺഗ്രസ് പൊളിറ്റിക്സ് എന്നാണ്. അപ്പോൾ 2004 സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തു. അത് വലിയ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു. സോണിയാഗാന്ധി 2004 അവർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി ആകാമായിരുന്നു. അവർ വിത്ത്ഡ്രോ ചെയ്തു. കുട്ടികളുടെ സുരക്ഷിതത്വം തുടങ്ങി പല കാരണങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവരെ സംബന്ധിച്ചൊരു പൗരത്വ വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവർ ഇറ്റലിയിൽ ജനിച്ച ആളാണല്ലോ. അപ്പോൾ ഇവിടെ അന്ന് സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 2004 അങ്ങനെ ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മ കോൺഗ്രസിൻ്റെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണഘടനാ ഭേദഗതി. അതായത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾക്ക് പ്ലഷർ ഉള്ളിടത്തോളം കാലമാണ് പ്രധാനമന്ത്രി ആ സ്ഥാനത്ത് തുടരുക. അങ്ങനെയുണ്ട്. അപ്പോൾ സോണിയാഗാന്ധിക്ക് വേണമെങ്കിൽ മൻമോഹൻ സിംഗിനെ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്ന് പറയുന്ന ഒരു വകുപ്പ് അതിൽ കൂട്ടിച്ചേർത്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ അന്ന് ഇന്ത്യ ടുഡേയിൽ വായിച്ചിരുന്നതാണത്. അന്ന് ഇന്ത്യ ടുഡേയിൽ കുറേ രഹസ്യങ്ങളൊക്കെ വരുമല്ലോ, സാധാരണ പത്രങ്ങളിൽ വരാത്തത്. അങ്ങനെയാണ് അതിന് വലിയ പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നത്. 1999 ഒരു വോട്ടിന് വാജ്പേയി പരാജയപ്പെട്ടു. വാജ്പേയിയുടെ സർക്കാർ വീണു കഴിഞ്ഞപ്പോൾ സോണിയാഗാന്ധി TV സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന്. എന്നിട്ട് സോണിയാഗാന്ധി പറഞ്ഞു, വി ഹാവ് ദി നമ്പേഴ്സ് 272 എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 272 ഉണ്ട്, ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ട് എന്ന് സോണിയാഗാന്ധി പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാവരും വിചാരിച്ചത് ഉടനെ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു, ഒരു പ്രധാനമന്ത്രി വരുന്നു കോൺഗ്രസിൽ നിന്ന്. നമുക്കാർക്കും ഇത് 1999 നമ്മുടെ ഒന്നും മനസ്സിൽ മൻമോഹൻ സിംഗ് ഇല്ല. മൻമോഹൻ സിംഗിനെ റാവു കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ശരി. അപ്പോൾ സോണിയാഗാന്ധി വന്നിട്ട് നമ്പർ ഉണ്ട്, ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി പോയിട്ട് രാഷ്ട്രപതി ഭവനിൽ KR നാരായണനെ കണ്ടു, രാഷ്ട്രപതിയെ കണ്ടു. എന്നിട്ട് KR നാരായണനോട് പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗിനെ നിർദ്ദേശിച്ചു സോണിയാഗാന്ധി 1999. ഇത് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവരം അന്ന് പ്രധാനമന്ത്രിയാകുന്ന സ്വയം വിചാരിച്ചിരുന്ന മാധവ് റാവു സിന്ധ്യ അറിഞ്ഞു. അപ്പോൾ മാധവ് റാവു സിന്ധ്യ പിന്നെ പണിയെടുത്തു ഇത് അട്ടിമറിക്കാനുള്ള പണി. അതായത് സോണിയാഗാന്ധിയുമായിട്ട് ഭയങ്കര ബന്ധം ഉണ്ടായിരുന്ന ആളാണ് മാധവ് റാവു സിന്ധ്യ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. മാധവ് റാവു സിന്ധ്യക്ക് അന്ന് ഡൽഹിയിലൊരു പത്രത്തിൻ്റെ ഉടമയായ ഒരു സ്ത്രീയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പേരൊന്നും ഞാൻ പറയില്ല, പത്രത്തിൻ്റെ പേരും പറയില്ല. അപ്പോൾ സോണിയുമായി നല്ല ബന്ധമായിരുന്നു. അപ്പോൾ മൻമോഹൻ സിംഗ് ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് ഉറപ്പിച്ചു KR നാരായണനോട് നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ അപ്സെറ്റായി ആര്? മാധവ് റാവു സിന്ധ്യ.
അപ്പോൾ മാധവ് റാവു സിംഗ് അന്ന് കോൺഗ്രസിന് സമാജ്വാദി പാർട്ടിയും കൂടി പിന്തുണ കൊടുത്താലാണ് 272 കിട്ടുക. മാധവ് റാവു സിന്ധ്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ മുലായം സിംഗിന് ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന അമർ സിംഗ് ഇല്ലേ, സമ്പന്നനാണല്ലോ, അമർ സിംഗിനെ വിളിച്ചു. അമർ സിംഗിനെ വിളിച്ചിട്ട് ആ നിർദ്ദിഷ്ട സഖ്യത്തിൽ നിന്ന് മുലായത്തെ അടർത്തി മാറ്റി. അങ്ങനെ ഭൂരിപക്ഷം ഇല്ലാതായി. അങ്ങനെ അന്ന് മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല. സോണിയാഗാന്ധിയുടെ പദ്ധതി മാധവ് റാവു സിന്ധ്യ പൊളിച്ചു അന്ന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വാജ്പേയി വന്നു. ആ തെരഞ്ഞെടുപ്പിൽ 1999 തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ പൊതു തെരഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗ് സൗത്ത് ഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. ജയിക്കുന്നുള്ളത് പുല്ലുപോലെ ജയിക്കും മൻമോഹൻ സിംഗ് എന്നെല്ലാവരും വിചാരിച്ചിരുന്ന. കാരണം മിഡിൽ ക്ലാസ്സുകാരുടെ ഒക്കെ ഹീറോ ആണ് അദ്ദേഹം, ഇന്ത്യയെ മാറ്റിമറിച്ച ആളല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും വിചാരിച്ചിരുന്നു, ആഗോള മാധ്യമങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ വിജയകുമാർ മൽഹോത്ര BJPയുടെ 30,000 വോട്ടിന് മൻമോഹൻ സിംഗിനെ തോൽപ്പിച്ചു. ഈ പങ്കജ് വോറ പറയുന്ന അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിൽ എല്ലാവരോടും പറഞ്ഞിരുന്നു മൻമോഹൻ സിംഗ് തോക്കും, കോൺഗ്രസ്സുകാരനെ തോൽപ്പിക്കും എന്ന്. ആരും വിശ്വസിച്ചിരുന്നില്ല. അത് തോറ്റു കഴിഞ്ഞപ്പോഴാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് തോൽപ്പിച്ചത്. കോൺഗ്രസ്സുകാർ തോൽപ്പിക്കും എന്നുള്ളത് പങ്കജ് വോറയ്ക്കും അറിയാമായിരുന്നു. അപ്പോൾ ആ അട്ടിമറിക്കാരെ മുഴുവൻ പിൽക്കാലത്ത് കോൺഗ്രസിലെ അട്ടിമറിക്കാരെ മുഴുവൻ സോണിയാഗാന്ധി കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് പ്രണബ് മുഖർജി, അർജുൻ സിംഗ് തുടങ്ങി പല ആളുകളേക്ക് സോണിയാഗാന്ധി ഒതുക്കിയതാണ് എന്ന് നമ്മൾ കേൾക്കുന്നത്. ഒതുക്കാൻ ഒരു കാരണമുണ്ട്, അതാണ്. അപ്പോൾ ഈ പറയുന്ന വിജയം എല്ലാത്തിനും ഒരു സീസൺ ഉണ്ടെന്നോ അങ്ങനെ അതിൻ്റെതായ സമയമുണ്ട്. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ മുമ്പിൽ നേരത്തെ തന്നെ ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒരു തവണ ഈ നരസിംഹറാവുയുടെ കൈ പൊള്ളിയപ്പോൾ തന്നെ ഇവർ പ്ലാൻ ചെയ്ത് വെച്ചു എന്നാണോ മനസ്സിലാക്കുന്നത്? അതെ, 1999 തന്നെ നിർദ്ദേശിച്ചു. അപ്പോൾ ഈ മാധവ് റാവു സിന്ധ്യ പിന്നീട് റെയിൽവേ മന്ത്രിയൊക്കെ ആയത് ഇതിന് ശേഷമാണോ? ഈ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിലായിരുന്നു മന്ത്രിയായത് അല്ലേ? അതെ. അപ്പോൾ പിന്നീട് ഈ പറഞ്ഞ പോലെ മാധവ് റാവു സിന്ധ്യക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാധവ് റാവു സിന്ധ്യ പിന്നെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു നിഷ്ക്രമിക്കുകയും ചെയ്തല്ലോ. അതെ. അപ്പം 2004 സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിക്കുന്നു അവരുടെ. എന്നിട്ട് അപ്പൊ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയോ? പ്രണബ് മുഖർജി, അർജുൻ സിംഗ്, ND തിവാരി, P ചിദംബരം, ഇത്രയും പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ട്, യോഗ്യരായിട്ടുണ്ട് 2004. പക്ഷെ PM പ്രധാനമന്ത്രി സ്ഥാനം നിരസിച്ച് സോണിയാഗാന്ധി കത്തെഴുതി. പിന്നെ മൻമോഹൻ സിംഗിനെ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത് നിരസിച്ചുകൊണ്ട് സോണിയാഗാന്ധി നിരസിക്കുന്ന കത്തെഴുതുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്റർ വീർ സാംഘവിയാണ് എഴുതി കൊടുക്കുന്നത്. തായ്ലൻഡിലോ സിംഗപ്പൂരിലോ ആയിരുന്നു. അപ്പോൾ 10 ജൻപത്തിൽ നിന്ന് പങ്കജ് വോറയ്ക്ക് ഒരു കോള് വരികയാണ്. അപ്പോൾ ബന്ധപ്പെടുന്നത് മാധവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മരിച്ചുപോയി തൃശ്ശൂരിലെ മാധവനാണ്. പിന്നെ ആദ്യം പിന്നെ അംബികാ സോണി ഇങ്ങനെ ഒരു കത്ത് വേണം നിരസിച്ചതായിട്ട്. അപ്പോൾ മാധവൻ ചെറിയ പുള്ളിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ മൻമോഹൻ സിംഗ് ലോക്സഭാ കക്ഷി നേതാവാകണം. സാധാരണ അങ്ങനെയാണല്ലോ, പ്രധാനമന്ത്രി തന്നെയായിരിക്കും ലോക്സഭാ കക്ഷി നേതാവ്. കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും CPMന്റെ നിയമസഭാ കക്ഷി നേതാവ്. പക്ഷെ അങ്ങനെ മൻമോഹൻ തന്നെ ലോക്സഭാ കക്ഷി നേതാവാകേണ്ടതില്ല എന്ന് ML പൊട്ടേദാർ സോണിയാഗാന്ധിയെ പോയി ഉപദേശിച്ചു. അവിടെ ഒരു അട്ടിമറി പൊട്ടേദാറിന്റെ വക. സോണിയാഗാന്ധി പാർലമെന്ററി പാർട്ടി നേതാവായി. അന്ന് 2006 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് നൈനിറ്റാളിൽ നടന്നു. 2006 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആ സമയത്ത് പ്രണബ് മുഖർജിയെ ഉപപ്രധാനമന്ത്രിയാക്കാനായിട്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരൊക്കെ കൂടി ഒരു ആലോചന നടത്തി. വേറൊരു തരം അട്ടിമറി, ഉപപ്രധാനമന്ത്രി ആക്കാൻ. അഹമ്മദ് പട്ടേലും അതിൻ്റെ ഭാഗമായിരുന്നു ആ ആലോചനയുടെ. അപ്പോൾ പത്രസമ്മേളനം നടക്കുകയാണ് ആ കോൺക്ലേവിന് ശേഷം. പത്രസമ്മേളനം നടക്കുമ്പോൾ മൻമോഹൻ സിംഗിനോട് ഈ പങ്കജ് വോറ ചോദിച്ചു, നിങ്ങളുടെ കീഴിൽ ഒരു ഉപപ്രധാനമന്ത്രി വരാൻ സാധ്യതയുണ്ടോ? മൻമോഹൻ സിംഗിന് അതിനെപ്പറ്റി ധാരണയൊന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പ് അപകടം മണത്തിട്ട് സോണിയാഗാന്ധി പത്രസമ്മേളനത്തിൽ കൂടെ ഇരിക്കുന്നുണ്ട്. സോണിയാഗാന്ധി
പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് ആ. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല പെട്ടെന്ന് പറഞ്ഞു അല്ലേ? ആ. ആ. മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ അവിടെ എത്തിയപ്പോൾ അവിടെയും എത്തിയിട്ടുണ്ടാവുമല്ലോ. 2009 ഈ പ്രചാരണം 2009 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അദ്വാനി മൻമോഹൻ സിംഗിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിക്കമ്മ PM എന്ന് വിശേഷിപ്പിച്ചു. യൂസ്ലെസ് PM, ഒരു ഉപയോഗശൂന്യനായ കഥാപാത്രം എന്ന്. അത് വലിയ തിരിച്ചടിയായി എന്നാണ് വോറ എഴുതുന്നത്. കാരണം മിഡിൽ ക്ലാസ്സുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല മൻമോഹൻ സിംഗിനെ ഇങ്ങനെ വിളിച്ചത്. അപ്പോൾ അതാണ് അന്ന് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കിയതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. കോൺഗ്രസ് 2004 145 സീറ്റാണ് കിട്ടിയത്. പക്ഷേ അദ്വാനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് 2009 205 സീറ്റ് കിട്ടി. അത് അദ്വാനിയുടെ ഈ പിഴവ് കൊണ്ടാണെന്നാണ് ഓറ പറയുന്നത്. കോൺഗ്രസിന് കൂടുതൽ സീറ്റ്. പിന്നെ ഈ കാലത്താണെങ്കിൽ 2G സ്പെക്ട്രം കേസ്, വിനോദ് റായിയുടെ CAG ആയിരുന്നില്ലേ, വിനോദ് റായിയുടെ റിപ്പോർട്ട്, ഇതൊക്കെ വന്ന് ആകെ കുഴപ്പത്തിലായിരുന്നു മൻമോഹൻ സിംഗും ഇതൊക്കെ. അപ്പൊ ഇതാണ് അറിയപ്പെടാത്തൊരു മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.